കഴിഞ്ഞ ദിവസം ബെക്കേങ്ക എന്ന് പറയുന്ന പഞ്ചാബ് എഫ് സി താരത്തെ വെറും 2 ഗോൾ 12-13 മത്സരങ്ങളിൽ നിന്നും നേടിയതുകൊണ്ട് ഒരു മികച്ച സ്ട്രൈക്കറല്ല എന്ന് മനസ്സിലാക്കി പഞ്ചാബ് എഫ് സി പുറന്തള്ളപ്പെട്ടു. ഒരു കുറ്റവും പറയാൻ പറ്റില്ല. അത് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല തീരുമാനമാണ്, അതല്ലെങ്കിൽ ആ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ്. ഇതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലാണ് എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5-6 വർഷം കോൺട്രാക്റ്റ് നീട്ടി കിട്ടിയിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അങ്ങനെയാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും സ്പോർട്ടിംഗ് ഡയറക്ടറുടെയും ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എൻ്റെ പൊന്നണ്ണ, നിങ്ങളെപ്പറ്റി ഇങ്ങനെ വരെ തോന്നി തുടങ്ങി. കാരണം ഇത്രക്കും ഗതികെട്ട ഒരു അവസ്ഥയിലൂടെ ഈ ടീമിനെ കൊണ്ടുപോയല്ലോ. നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ വിഷയം തന്നെയാണ്. അതായത് ഈ വിഷയത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കരോളിസ് കിങ്സിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കരോളിസ് ഈ ഒരു വർഷം ക്ലബ്ബ് വിട്ട് പോകുന്നു, പുതിയൊരു ക്ലബ്ബിൽ ചേരാനായിട്ട് പോകുന്നു. നമ്മുടെ SD ആയിട്ടുള്ള കരോളിസ് കിങ്സ് എന്ന് പറയുന്ന ആ ഒരു ആൾ. അപ്പോൾ പല ആൾക്കാരും എൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കരോളിസിനെ ഒഴിവാക്കണ്ട എന്നുള്ളതായിരുന്നു. കാരണം ഞാനും സംസാരിച്ചിരുന്നത് കരോളിസ് പോകണ്ട, കരോളിസിനെ കാരണമാണ് നമുക്ക് നല്ല താരങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതെന്ന്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു തരത്തിലൂടെ ചിന്തിച്ച് നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒന്നാമത് ഒരു മൈൻഡ് സെറ്റായിപ്പോയി. കാരണം അതൊന്ന് നിങ്ങൾ കേൾക്കണം. ഞാൻ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. എൻ്റെ മുമ്പിൽ മുന കൂർത്തുന്ന ഒരേ ഒരു ചോദ്യമാണ്, ഇയാൾ കൊണ്ടുവരുന്ന ഇത്രയും മികച്ച കളിക്കാരായിട്ടുള്ള എല്ലാ കളിക്കാരും എങ്ങനെ ടീം വിട്ടു പോകുന്നു എന്നുള്ളത്. അതായത് ക്ലബ്ബ് ഒഴിവാക്കുകയാണ്, ആ താരങ്ങൾ വന്ന് പറയല്ല ഞങ്ങൾ പോവുകയാണ് എന്നുള്ളത്. ഇത് എങ്ങനെ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അൽവാറോ വാസ്കസ് ആയിക്കോട്ടെ, ഡയസ് ആയിക്കോട്ടെ, നല്ല സക്സസ് ആയിട്ടുള്ള താരങ്ങളാണ്. എന്നിട്ടും എന്തുകൊണ്ട് ആ ഒരു ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താനായിട്ട് സാധിച്ചില്ല? അതായത് ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ ഏറ്റവും ടോപ്പ് ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഇവാൻ വുക്കോമനോവിച്ചിൻ്റെ ആദ്യ സീസണിൽ ആ ടീം എന്ന് പറയേണ്ടി വരും. ഇപ്പം നമ്മുടെ കോപ്പൽ ആശാൻ്റെ ടീമിനെ പോലും തകർത്തെറിയുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വർഷമായിരുന്നു 2021-22 എന്ന് പറയുന്നത്. ഈ വർഷത്തെ ഈ ടീമിനെ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നിലനിർത്തിയില്ല എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ്. ഇപ്പോൾ അന്ന് മുതൽ സൈൻ ചെയ്തിട്ടുള്ള താരങ്ങൾ ഒരിക്കലും വേണ്ടത്ര പെർഫോമൻസ് 2021-22 സീസണിൽ കാഴ്ചവെച്ച ആ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് ഒരിക്കലും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. ഈ അടുത്തായിട്ട് പെരേര ഡയസിൻ്റെ ഒരു ചെറിയൊരു ചാറ്റ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു ഫാൻ ബോയ് ആ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എഗെയിൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സെലിബ്രേഷൻ നടത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനൊരേ ഒരു കാരണക്കാരൻ കരോളിസ് കിങ്സ് ആണ് എന്നാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ താരത്തിനെ കൊണ്ടാണ് ഇങ്ങനെ സെലിബ്രേഷൻ ഉണ്ട്. അത് അവർ തമ്മിലുള്ള ഒരു റിവെഞ്ചാണെന്ന് വെക്കാം. ആരാധകരെ കൊണ്ടാണ് ഇങ്ങനത്തെ വെക്കുന്നത്, അതും അവർ തമ്മിലുള്ള റിവെഞ്ചാണെന്ന് വെക്കാം. ഒരു കോച്ചിനെ കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഓരോ സെലിബ്രേഷൻ ഉണ്ട്, അതും അവർ തമ്മിലുള്ള റിവെഞ്ചാണെന്ന് നോക്കാം. പക്ഷേ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ, ഒരു ടീമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ. ഈ സ്പോർട്ടിംഗ് ഡയറക്ടറെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിലെന്തോ കാരണമുണ്ട് എന്നുള്ള അർത്ഥം. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത്. ഇതെനിക്കൊരു സംശയാസ്പദമായിട്ട്, അതായത് ഒരു സംശയം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഇയാളെ പറ്റി വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ പരാമർശിച്ചിട്ട് ഒരു ചാറ്റൊക്കെ വിടുക, അയാളെ കൊണ്ട് മാത്രമാണ് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള സെലിബ്രേഷൻ കാട്ടുന്നത് എന്ന് പറയുന്ന പെരേര ഡയസിൻ്റെ വാക്കിൽ നിന്നും വ്യക്തമാവും കരോളിസ് കിങ്സ് എന്തോ ഒപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ. ഇതിനൊക്കെ പുറമെ ഇയാളിപ്പോൾ കൊണ്ടുവരുന്ന താരങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല ഡബിൾ ആയിട്ടുള്ള സൈനിങ് ആണ്. അതായത് ഭയങ്കര കോമഡിയാണ്. മൂഞ്ചിയ താരങ്ങൾക്കെല്ലാം 2 വർഷം 3 വർഷത്തെ കോൺട്രാക്റ്റൊക്കെ കൊടുത്തിട്ടാണ് ഇയാൾ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് പുറമെ ഇന്ത്യൻ താരങ്ങളുടെ കുറവ് നല്ലതുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കരോളിസ് ഇന്ത്യൻ താരങ്ങളെ സൈൻ ചെയ്യുന്നതിൽ വൻ പരാജയമാണ്. ഇനിയിപ്പോൾ നമ്മളടുത്ത് ഉണ്ടായിരുന്ന താരങ്ങളാവട്ടെ ഇവരൊക്കെ എന്താണ് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സഹൽ അബ്ദുസമദിനെ പോലെയുള്ള ആ ഒരു എന്താ പറയുക സ്വാപ്പ് ഡീലൊക്കെ എന്ത് മാങ്ങാത്തൊലിക്കാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ജീക്സൺ സിങ്ങിനെ പോലെയുള്ള താരങ്ങളെ ഇക്കൊല്ലം വിട്ടു. എന്താണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ക്ലബിനെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു മിനിമം ആരാധകന് ചോദിക്കാണ്ടാവുന്ന ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്ക് കൊടുക്കുന്ന പൈസ വെച്ചിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, എന്നാൽ ഇതുപോലെ പെർഫോമൻസ് ചെയ്തിട്ടുള്ള താരങ്ങളെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതും പുള്ളിയുടെ ഡ്യൂട്ടിയല്ലേ?
ഈ ഒരു ചോദ്യം ഞാൻ തിരിച്ചും ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സീസണിൽ എനിക്ക് തോന്നുന്നു ഹീസ സിമിനിയസും പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ നിലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കിബു വിക്കൂനയുടെ സീസൺ ഒന്ന് എടുത്തു നോക്കുക. ആ സീസണിൽ വൻ ഹൈപ്പോട് കൂടിയിട്ടാണ് കോസ്റ്റാന മീനേസു അതുപോലെ തന്നെ ബെക്കാരി കോനെ എന്ന് പറയുന്ന താരങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ മതിമറന്ന് ആഘോഷിക്കുക, അതായത് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്ന ഈ ഡിഫൻസിനെ വെച്ച് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തേക്ക് എത്തുമ്പോൾ ഡിഫൻഡർമാർ പോലും ഇല്ലാത്ത ഒരു ഒരുമാതിരി ഒരു ടീമായി പോയി. ഇനി ഇവരുടെ മറവിൽ കണ്ണിൽ പൊടിയിടാനായിട്ടാണ് ഗാരി ഹൂപ്പറിനെയും ജോർഡൻ മൊറയെയൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ അവരുടെ മറവിലാണ് ഇമ്മാതിരി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രണ്ട് ഡിഫൻഡർമാരെ കൊണ്ടുവന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആരാധകരുടെ കണ്ണിൽ പൊടിയിട്ടിട്ടുള്ളത്. മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നോക്കണം, അതാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റ്. ജോൺ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ അതേ ഒരു സിനിമ നടനാണ്, അതിന് പുറമെ ഫുട്ബോൾ ഒരു പാഷനേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യനാണ്. എത്ര തോറ്റിട്ടും അല്ലെങ്കിൽ ഇത്ര കാലം പരാജയപ്പെട്ടിട്ടും ആ ഒരു ടീമിനെ എങ്ങനെയെങ്കിലൊക്കെ ആ ടീമിൽ നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരണം, ആ ടീമിന് എങ്ങനെയെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഭാവി നൽകണം എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് അവരുടേത് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം അവർ ആ കോച്ചിനെ നിലനിർത്തി എന്നുള്ളതാണ്. അതായത് ഒരുപാട് തോൽവികൾക്ക് ശേഷം ആ കോച്ചിനെ നിലനിർത്തി നല്ല താരങ്ങളെ കൊണ്ടുവന്നു, ഡ്യൂറൻഡ് കപ്പ് അടിച്ചു, ഇപ്പോൾ നല്ല കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അലദിൻ അജാറയെ പോലെയുള്ള താരങ്ങൾ, മുഹമ്മദ് അലി വെമാമറിനെ പോലെയുള്ള താരങ്ങൾ, അവർക്ക് DMF ആയിട്ടും സ്ട്രൈക്കേഴ്സ് ആയിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിദേശ താരങ്ങൾ എന്ന് പറയുന്നത് വൻ ടോപ്പായിട്ടുള്ള താരങ്ങളാണ്. സോ ഇനിയിപ്പോൾ ആരെങ്കിലും അതിൽ നിന്ന് പരിക്കുപറ്റി ഒഴിഞ്ഞു പോയാലും ഇറക്കാനായിട്ട് അവർക്ക് സ്ട്രെങ്ത്തും സ്ട്രോങ്ങും മെൻറ്റാലിറ്റിയും ഉണ്ട്. കാരണം അജാദിയിട്ട് ഒരു മാനേജ്മെൻറ്റാണ് അവരുടെതൊക്കെ. ബാക്കിയുള്ള ടീമുകളിൽ നമ്മൾ നോക്കണ്ട, കാരണം മോഹൻ ബഗാൻ ആയാലും മുംബൈ സിറ്റി ആയാലും ഇവരൊക്കെ ISL ടോപ്പ് ലിസ്റ്റിൽ കപ്പും ബാംഗ്ലൂരൊക്കെ ആയാലും ട്രോഫിയൊക്കെ ഉള്ള ടീമുകളാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡൊക്കെ ഒരു കാലം വരെ നമ്മളൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ക്ലബ്ബായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ലെവലും നമ്മുടെ ലെവലും ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കിയാൽ മതി. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. ബെല്ലൈക്കൺ കൂടി എന്നെ വിളയാൻ വേണ്ടി ബൈ.